ഹായ് ഡിയേഴ്സ്, അതായത് നമ്മുടെ വീഡിയോ ലോങ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ. അതായത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. ഈ ഒരു പാർട്ടിൽ, അതായത് ഈ ഒരു പോർഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലുള്ള നിങ്ങളുടെ കമൻസിനുള്ള ആൻസേഴ്സ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്കുള്ളൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്നോട് കുറച്ച് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ആക്റ്റും റൂളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇടാമോ? അതാണ് എന്നോട് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആക്റ്റിലും റൂളിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇടാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ KCS ആക്ട് റൂള്, KCS ആക്ട് എന്ന് പറയുമ്പോൾ 110 സെക്ഷൻസും 201 റൂളുമാണ് നമ്മുടെ KCS ആക്ടിലും റൂളിലും ഉള്ളത്. ഈ KCS ആക്ടിലും റൂളിലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് മൊത്തം, അതായത് ഈ ആക്ട് റൂളും മൊത്തം നിങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുക പറയുമ്പോൾ മൊത്തം കാണാതെ പഠിക്കാൻ ആരും എന്തിരന്മാരൊന്നും ആവില്ല കേട്ടോ. രജനീകാന്തൊന്നും അല്ല ആരും, അതെനിക്കറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആക്റ്റും റൂളും അതിലത്തെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലായോ? അതായത് ആക്ട് റൂളും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു നോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ആക്റ്റിലും റൂളിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആക്റ്റോ റൂളും മാത്രമാണ്. അതായത് ആക്റ്റോ റൂൾ എന്ന് പറയുമ്പോൾ 110 സെക്ഷൻസ് 201 റൂളും അല്ലേ, ഇതിൻ്റെ ഉള്ളിലെ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സേഫ് ആയിട്ടുള്ള മാർക്കാണ്. അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആക്റ്റെന്നും റൂളൊന്നും അവർക്ക് ഒരിക്കലും പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ആക്റ്റിൻ്റെ റൂളിൻ്റെയും ഉള്ളിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമാണ് അവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്റ്റ് റൂളും നിങ്ങൾ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ആക്റ്റീവ് റൂൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മൊത്തം നിങ്ങൾ എന്തായാലും പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ആക്റ്റീവ് റൂളിലും ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ട് എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. എന്നാലാണ് അതിലത്തെ ഫുൾ മാർക്ക് 20 മാർക്കിനല്ലേ ആക്റ്റീവ് റൂളും. ആ 20 മാർക്ക് നമ്മൾ ഒരിക്കലും കളയരുത്, അത് നമുക്ക് നേടിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ആക്റ്റീവ് റൂൾ പഠിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആക്റ്റീവ് റൂളും പഠിക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. അതായത് നിങ്ങളുടെ എക്സാമിന് നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് അല്ലേ അതൊന്നും ഉണ്ടാവുക. അതായത് 20 മാർക്കിനാണല്ലോ ആക്റ്റെന്നും റൂളൊന്നും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആക്റ്റീവ് റൂളും പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ആക്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ, PYQയിൽ ഒരു ക്വസ്റ്റ്യൻ ആക്റ്റീവ് റൂളത്തെ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഞാൻ ബുക്ക് എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ. ഇപ്പോൾ അതിൽ അമെൻമെൻറ്റ് ഓഫ് ബൈലോൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ. അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഏത് സെക്ഷനിലാണ് പറയുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ആയിട്ട് 4 എണ്ണം ഉണ്ടായിരിക്കും. നമുക്ക് ABCD 4 ഓപ്ഷൻസ് അല്ലേ ഉണ്ടാവുക. അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഏത് സെക്ഷനാണ്? സെക്ഷൻ 12 ആണ് അല്ലേ. 12 എന്ന് കൊടുത്തിട്ടുണ്ടാവും. സെക്ഷൻ 9, സെക്ഷൻ 10, സെക്ഷൻ 11, ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കറിയാം അമെൻമെൻറ്റ് ഓഫ് ബൈലോൻ്റെ സെക്ഷൻ ഏതാ, സെക്ഷൻ 12 ആണ്. ഓക്കെ, അത് നമുക്കറിയാം. അപ്പം പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള 3 ഓപ്ഷൻസിലെ 9, 10, 11, ഈ 3 ഓപ്ഷൻസിലെ സെക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുക പറഞ്ഞാൽ വെറുതെ കാണാതെ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാക്കി പഠിക്കണം. അപ്പം നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഈ 3 സെക്ഷൻസ് ഈ ഓപ്ഷനായിട്ട് വന്നിട്ടില്ലേ, ഇതിലേതേലും 2 എണ്ണത്തിനേലും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഇത് ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാണ്, എനിക്കിത് വർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെ പഠിക്കാന്ന്? ഓക്കെ, ഇനി GK എങ്ങനെ പഠിച്ചു, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. GK എങ്ങനെ പഠിച്ചു? അപ്പം ഞാൻ ആദ്യമേ പറയാലോ, GK എന്ന് പറയുമ്പോൾ ഒരു കടലാണ്. അറിയാലോ, GK എന്ന് പറയുമ്പോൾ പരന്ന് കിടക്കുന്ന ഒരു കടലാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം ഞാൻ പഠിച്ച ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടുപിടിച്ചതാട്ടോ. ഞാൻ കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തും, സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ GK എന്ന് പറയുമ്പോൾ നമ്മുടെ PSC എക്സാമിൻ്റെ 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ. അതായത് 10th ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ പറയുക,
10th ലെവൽ എക്സാം ഉണ്ടാവും നമ്മുടെ PSCയുടെ. ആ 10th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിലെ GKയിൽ കൂടുതലായിട്ടും വരുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇപ്പം ഞാൻ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, നമ്മുടെ PSCയുടെ GKയുടെ കുറച്ച് ചാനൽസ് ഉണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ PSCയുടെ GKക്ക് പറ്റിയ അടിപൊളി ചാനൽസ് ഉണ്ട്. അതിൽ സക്സസ് ഫയൽ എന്ന് പറയണത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലാണ്, സക്സസ് ഫയൽ. അപ്പോൾ ഈ സക്സസ് ഫയൽ ഉണ്ടല്ലോ, ഈ സക്സസ് ഫയലിലെ 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. അതിൽ ഒരു 50 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം പഠിക്കാം. ഇന്ന് നിങ്ങൾ 50 ക്വസ്റ്റ്യൻ പഠിക്കുക, ചുരുങ്ങിയത് ഒരു 25 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ പഠിക്കണം. ഇന്നിപ്പോൾ നിങ്ങൾ 25 ക്വസ്റ്റ്യൻ പഠിച്ചു, നന്നായി ആത്മാർത്ഥമായിട്ട് പഠിക്കുക കേട്ടോ. 25 ക്വസ്റ്റ്യൻ പഠിക്കുക, ഓക്കെ, അത് മതി, ഇന്നത്തേക്ക് അത് മതി. ഇനി നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, 25 ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പോൾ നിങ്ങൾ നാളെ 25 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇന്നലെ പഠിച്ച ആദ്യത്തെ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ പിറ്റേ ദിവസം എന്തായി, നിങ്ങൾ 50 ക്വസ്റ്റ്യൻ പഠിച്ചു. അങ്ങനെ മൂന്നാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾ 75 ക്വസ്റ്റ്യൻസ് പഠിക്കും. അങ്ങനെ നിങ്ങളൊരു 2 മാസം പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം GKയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ്. ഞാൻ ഇതാണ് പരീക്ഷിച്ചത്. എനിക്ക് GKയിൽ അത്യാവശ്യം മാർക്ക് നേടിത്തന്നു ഈ ഒരു ട്രിക്കാണ്. എനിക്ക് GKയിൽ ഒരു 7 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ചപ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു. അടുത്തത് PYQ ആണോ മെയിൻലി നോക്കേണ്ടത്, PYQ ആണോ മെയിൻലി നോക്കേണ്ടത്, അതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ CSEBക്ക് ഒരു സിലബസ് ഉണ്ട് അല്ലേ, എല്ലാവർക്കും അറിയാലോ. ആ സിലബസ് മൊത്തം നന്നായിട്ട് കാണാതെ വൃത്തിക്ക് പഠിക്കുക. അതായത് ഞാൻ കാണാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണാതെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാക്കി പഠിക്കും കൂടി വേണം. നമ്മുടെ CSEBയുടെ സിലബസ് ഉണ്ടല്ലോ, അത് വൃത്തിയായി പഠിച്ചതിന് ശേഷം മാത്രം PYQ നോക്കുക. ആദ്യം തന്നെ പോയിട്ട് PYQ മാന്തി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിയില്ല. ആദ്യം നിങ്ങൾ സിലബസ് ആണ് പഠിക്കേണ്ടത്. സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം PYQ പഠിക്കുക. അതായത് സിലബസിൻ്റെ കൂടെ ഡെയിലി ഒരു PYQ നിങ്ങൾ കാണാതെ പഠിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം PYQs എടുക്കാൻ പറ്റുമല്ലോ. സിലബസും PYQ ഒരുമിച്ച് കൊണ്ടുപോകണം. ഓക്കെ, ഇനി എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓരോ വ്യക്തികൾക്കും പഠിക്കാനുള്ള കഴിവ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ കഴിവ് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ പോലെ ആയിരിക്കില്ല എനിക്ക്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പഠിക്കാനായിട്ടൊരു ടൈം ടേബിൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കാനുള്ള ടൈം കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് റാങ്കിൽ മുന്നിലെത്താൻ കഴിയുള്ളൂ, നല്ല മാർക്ക് വാങ്ങാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ ദിവസം, അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു 6 മണിക്കൂറിൻ്റെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 6 മണിക്കൂറിൻ്റെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 6 മണിക്കൂറും ഒരു സബ്ജക്റ്റ് ഇരുന്ന് പഠിക്കരുത്. അത് മഹാമണ്ടത്തരമാണ് കേട്ടോ. അതായത് ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ, പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ബുക്ക് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാം, ഇന്നൊരു സബ്ജക്റ്റ് നാളെ ഒരു സബ്ജക്റ്റ്. അത് മണ്ടത്തരമാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓരോ മണിക്കൂറും ഓരോ സബ്ജക്റ്റ് വെച്ച് പഠിക്കാം. 1 മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കുക, 1 മണിക്കൂർ മാത്സ് പഠിക്കുക. മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കണേ, എന്നാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. എക്സാമിന് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, 1 മണിക്കൂർ മാത്സ്, 1 മണിക്കൂർ ഇംഗ്ലീഷ്, 1 മണിക്കൂർ അക്കൗണ്ടൻസി, ബാങ്കിങ്, ലോ, GK, അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ മണിക്കൂർ വെച്ചിട്ട് പഠിക്കുക. അങ്ങനെ ഓരോ ദിവസം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മാർക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആവുക. ഇപ്പം തുടക്കത്തിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ, ആദ്യം സിലബസ് വെച്ചിട്ട് പഠിക്കാം. അതിനുശേഷം 1 മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം സിലബസ് കവർ ചെയ്യും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഓരോ ഡെയിലി എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ എക്സാം എഴുതാൻ ഒരു OMR ഷീറ്റ് കിട്ടും, നമ്മുടെ കടയിലുണ്ടാവും. അതിനൊന്നും അധികം വിലയില്ല, 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ OMR ഷീറ്റ് വാങ്ങിയിട്ട് നമ്മുടെ PYQs അല്ലെങ്കിൽ നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. പിന്നെ എക്സാം എഴുതുമ്പോൾ ആത്മാർത്ഥമായിട്ട് എഴുതുക. ആരെയും ബോധിപ്പിക്കേണ്ട, നമ്മൾ അറിഞ്ഞാൽ മതി നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന്. ഓക്കെ, പിന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ OMR തന്നെ എഴുതി പഠിക്കണം കേട്ടോ. എന്നാലാണ് മാർക്ക് അവിടെ ശരിക്കുള്ള എക്സാം എഴുതുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ OMR എക്സാമൊക്കെ എഴുതി ശീലമാക്കുക.
പഠിക്കുക. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. നമ്മളെപ്പോഴും ഉണ്ടല്ലോ, വേറെയുള്ള നെഗറ്റീവ് പീപ്പിൾസ് നമ്മുടെ നാല് പേർ ഉണ്ടായിരിക്കും, അവരെയൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ അടുത്തേക്ക് തേടി വരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ തേടുന്നത് എന്തോ അത് നമ്മളെയും തേടുന്നുണ്ട്. കേട്ടിട്ടില്ലേ? ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ആത്മാർത്ഥമായി എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. എനിക്ക് വേറെ ആരെയും എക്സാമ്പിളാക്കി പറയാൻ അറിയില്ല. എനിക്ക് എൻ്റെ കാര്യം തന്നെ പറയാൻ അറിയുള്ളൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലോ ഇപ്പോൾ ജോലി. അതുപോലെ ഇപ്പം എനിക്കിപ്പോഴും സമയമില്ലാത്ത നേരത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ടൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് എനിക്കിതിൽ നിന്ന് ഒരു ബെനഫിറ്റും ഇല്ല. ഈ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു ബെനഫിറ്റും ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിശ്വസിച്ചിട്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. ജെന്യുവിനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം റിസൾട്ട് തരും. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. ഒന്നും ആലോചിച്ച് വിഷമിക്കരുത്. നമ്മൾ നന്നായി പഠിച്ച് നമുക്കൊരു ജോലി കിട്ടും. ഒരിക്കലും പ്രൈവറ്റ് ജോലിയാണ് നല്ലത് എന്ന് പറഞ്ഞ് ഓടിച്ചാടി പോകേണ്ട. പ്രൈവറ്റ് ജോലിക്ക് പോയിട്ട് പ്രായവും കഴിഞ്ഞ് ശമ്പളവും ഇല്ല, അവിടുത്തെ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ചേച്ചിമാരെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ആവരുത്. നിങ്ങളുടെ വയസ്സെന്ന് പറയണത് ഒരിക്കലും നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് വേറെ എന്ത് സാധനം വേണമെങ്കിലും പൈസ കൊടുത്താലും എങ്ങനെയും തിരിച്ചു കിട്ടുന്നതിലും വിചാരിക്കുക. പക്ഷെ നമ്മുടെ പ്രായം നമുക്ക് എപ്പോഴേലും തിരിച്ചു കിട്ടുമോ? എനിക്കിപ്പോൾ എൻ്റെ 18 വയസ്സിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്കത് നടക്കുമോ? ഇല്ല. അതാണ്, നമ്മുടെ പ്രായം ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കില്ല. അത് കൂടിയും കൊണ്ടേ വരിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? സ്വന്തം ആരും അവനവൻ്റെ വയസ്സ് കൂട്ടാതെ കിട്ടിയ അവസരം നന്നായി പ്രയോഗിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാം എന്തായാലും വേഗം വരും. ആ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിക്കുക. പലരും പലതും പറയും. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരും ഉണ്ടായിരിക്കും. എനിക്ക് അവരോട് ഒന്നും പറയാനില്ല. അതൊന്നും കേട്ട് ആരും തളരരുത്. ആത്മാർത്ഥമായി പഠിച്ചാൽ കിട്ടും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എനിക്ക് എൻ്റെ കാര്യം തന്നെ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ആമയുടെയും മുയലിൻ്റെയും ഓട്ട മത്സരത്തിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ആരും ഒരിക്കലും ആമയാവരുത്. നന്നായി പഠിക്കുക. ആത്മാർത്ഥമായി പഠിച്ചാൽ കിട്ടും. ഒന്നും കേട്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. താൻ പാതി ദൈവം പാതി എന്നല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ ബൈ ഡിയേഴ്സ്. നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു ഡിയേഴ്സ്. നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ബൈ. ഹാപ്പി ഓണം.